ഹലോ അപ്പം നമ്മൾ ഇതുവരെ പോയ എല്ലാ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് നേരെ ജോഗിനി വാട്ടർഫോളിലേക്കാണ്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി സെറ്റായി പാക്ക് ചെയ്തത്. ഇതായിരുന്നു ഞങ്ങളടുത്ത റൂം. അതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം 400 രൂപ ആയ റൂം കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് ട്രിപ്പ് വരുമ്പോഴത്തേക്ക് റൂമിന് റേറ്റ് കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് 400 രൂപ ആയിട്ടുള്ള റൂമിന് വലിയ സീനിലെല്ലാം കുഴപ്പമില്ലല്ലോ. 4 ബെഡ്. അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം. സമയമായിട്ടുണ്ട്. നമ്മളൊരു സ്കൂട്ടി റെൻ്റ് എടുക്കുന്നുണ്ട്. 500 രൂപയ്ക്കാണ് പെർ ഡേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വെള്ളത്തോട് പോകാം. അങ്ങനെ ഞങ്ങൾ ഇതേ റൂമിനോട് താഴെ റിസപ്ഷൻ അവിടെ നിർത്തി. അതെ, ഇതെവിടെ ആയിരുന്നു ഞങ്ങൾ എടുത്ത റൂം കേട്ടോ. റൂമിൻ്റെ വെളിയിൽ കാണിച്ചതാണ്. ഇത് ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് കേട്ടോ, ഷാങ്ക്രില. ഇത് ആ മേളത്തെ റൂമിലെ ഞങ്ങൾ താമസിച്ചത്. മേളത്തെ റൂം വേണ്ട, തൊട്ടടുത്ത് തന്നെ മൊത്തം ഷോപ്പുകളാണ്. ഇവിടെ എല്ലാം ഷോപ്പുണ്ട്, ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. ഇത് അവരുടെ തന്നെ ഷോപ്പാട്ടോ. അപ്പോൾ റേറ്റ് കുറച്ച് റേറ്റ് വരണമെങ്കിൽ ഈ നമ്പറിൽ കണ്ട് വിളിച്ചിട്ട് വന്നാൽ മതി. 9816077164. അതെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് റൂം കിട്ടും. അപ്പോൾ നമുക്കിനി ഇവിടെ നേരെ പോകാം. അപ്പോൾ നമുക്കിനി നേരെ ജോഗിനി വാട്ടർഫോളിലോട്ട് പോകാനാണ്. ഇങ്ങോട്ട് പോകാം, ബൈക്ക് താഴേക്ക് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ജോഗിനി വാട്ടർഫോളിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 650 മീറ്റർ മുമ്പായിട്ട് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയേക്കാണ്. അപ്പോൾ ഈ റൂട്ട് വീഡിയോ എടുക്കാഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ സോലാങ് വാലി പോയില്ലേ, ആ സെയിം റൂട്ട് തന്നെയാണിത്. ആ സെയിം റൂട്ടിന് ഒരു 1.5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ജോഗിനി വാട്ടർഫോൾ വരുന്നത്. നമുക്ക് കാണിച്ചു തരാം. ആ സൈഡിലോട്ടാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സോലാങ് വാലി വരുന്ന റൂട്ട്, അതായത് അടൽ ടണൽ സോലാങ് വാലി എല്ലാം സെയിം റൂട്ട് തന്നെയാണ്, ലഡാക്ക് റോഡ് തന്നെ. അപ്പോൾ മണാലിയിൽ നിന്ന് ഏകദേശം ഇതാണ് സ്കൂട്ടി റെൻ്റ് എടുത്താണ്. മണാലിയിൽ നിന്ന് 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്ക് 2 കിലോമീറ്റർ, ഏകദേശം 2, മൊത്തം 3 കിലോമീറ്റർ വരുന്നത്. ഒരു 2.5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ ജോഗിനി വാട്ടർഫോളിൻ്റെ അത് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി, മാപ്പിലും കാണിക്കുന്നുണ്ട് ആ ലൊക്കേഷൻ. ഇവിടുന്ന് ഒരു 650 മീറ്റർ നടന്നു പോയാൽ ജോഗിനി വാട്ടർഫോൾ കാണാം. പക്ഷേ ആക്ച്വലി നമ്മളിങ്ങനെയല്ല പിന്നെ ട്രക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്. ഇവർക്ക് ട്രക്ക് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെയൊക്കെ ടയർഡ് ആയതുകൊണ്ട് വയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂട്ടി തന്നെ വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നേരെ അതുവഴി ടെമ്പിളിൻ്റെ അതുവഴി നല്ല ഹോട്ട് സ്പ്രിങ് വാട്ടറൊക്കെ ഉള്ളൊരു ടെമ്പിൾ ഉണ്ട്. അതുവഴി കയറി വന്നു കഴിഞ്ഞാൽ ട്രക്ക് ചെയ്ത് വരണം. അതൊരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം. ട്രക്ക് ചെയ്താണ് ഇതിന് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ട്രക്ക് ചെയ്താണ്. നമുക്ക് നടക്കാൻ വേണമെന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്കൂട്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ കാണിച്ചു തരാം. അവിടെ നമ്മൾ വന്നത് മണാലി, അവിടെ നേരെ വന്നത് ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. ബസ് അതുകൊണ്ട് ആ കാണുന്നതാണ് ജോഗിനി വാട്ടർഫോൾ, ആ മേളിൽ കാണുന്നത്. അപ്പോൾ ഇതുവഴിയാണ് നേരെ നമ്മൾ ഇന്നലെ പോയത്, ഈ സെയിം റൂട്ട് തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കുകയാണ്. ഇതുവഴിയാണ് നമ്മൾ കയറി പോകേണ്ടത്. വാട്ടർഫോളിലേക്ക് ഒരു 650 മീറ്റർ വണ്ടി പോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നടന്നേ പോകാൻ പറ്റും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം ആപ്പിൾ. പാർക്ക് ചെയ്ത്
പൈസ അപ്പം നമ്മളിപ്പം നേരെ വന്നിരുന്നത് ജോഗിനി വാട്ടർഫോളിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ ആയിട്ടാണ് ജോഗിനി വാട്ടർഫോൾ. നമ്മൾ വന്ന റൂട്ട് താഴെയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം, മണാലിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മണാലിയിൽ ഏകദേശം ഒരു 3 കിലോമീറ്ററാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നമുക്ക് ആ ലൊക്കേഷൻ കാണാൻ പറ്റും. അവിടെ നേരെ ഒരു 1.5-2 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക്, അതായത് നേരെ സോനാമയിൽ സെയിം റൂട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ജോഗിനി വാട്ടർഫോളിലൂടെ നമുക്ക് കാണാൻ പറ്റും റൈറ്റ് ചെയ്യാൻ വേണ്ടി. ആ റൈറ്റ് തിരിയുമ്പോഴത്തേക്ക് ഒരു 600 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സ്പോട്ട് ഈ ലൊക്കേഷൻ. ഇവിടെ നമുക്ക് ബൈക്ക് വെച്ചിട്ട് നമുക്ക് നേരെ കയറാം. അപ്പോൾ ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ജോഗിനി വാട്ടർഫോൾ ഇട്ടിട്ടുണ്ട്, ട്രക്ക് ചെയ്ത് വരുന്ന കേട്ടുള്ളത്. ട്രക്ക് ചെയ്ത് വന്നാൽ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതാക്കി നമ്മൾ നേരെ പോകാൻ പോകുന്നത് മേലോട്ട് പോവാണ്. ഇവിടെ കയറുന്നിടത്ത് തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഹലോ 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 ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ടേ. ആ ജോഗിനി വാട്ടർഫോളിന് വരുന്നേ വെള്ളം കേട്ടോ. സോറി, ഇതിലേക്ക് പോകാൻ പറ്റില്ല. അത് തന്നെ ഇതിലേക്ക് പോകാൻ പറ്റില്ല. റൂട്ട് മാപ്പ് പിടിച്ചു. അമ്മേ അത് മദ്യപാനികൾക്കുള്ള ഗോഡൗൺ ആയിരുന്നു. നമുക്ക് വീണ്ടും ഈ കയറ്റം തന്നെ കയറണം. കയറ്റം കയറാതെ പോകാൻ നോക്കിയതാ. छोला कितना दीदी? हाँ कितना? 60 का. हाँ നമ്മളെ അങ്ങോട്ട് ജോഗിനി വാട്ടർഫോളിൽ കയറിയപ്പോൾ കിതപ്പുണ്ടോ? ചെറുതായിട്ട്, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമ്മളിത് നല്ല റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി മേപ്പോഴാണ് കയറി പോകേണ്ടത്. എന്തും കഴിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ ബസ്. നമുക്ക് മേപ്പോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോകാം. അതെ, ഇവിടെ 60 രൂപയായിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് വരുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വസിഷ്ഠ ടെമ്പിള്, പിന്നെ ജോഗിനി വാട്ടർഫോൾ, അത്രയും ട്രക്ക് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ജോഗിനി വാട്ടർഫോൾ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ നമുക്ക് വസിഷ്ഠിലോട്ട് പോകാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. ഓക്കെ, ഈ വസിഷ്ഠ ടെമ്പിളിനടുത്ത് തന്നെ നമ്മുടെ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ ഉണ്ട്. നമ്മൾ ചൂടുള്ള വലിയ